റോസേഴ്സ്, വെൽക്കം ബാക്ക് ടു റോസ് മലയാളം. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. അതായത് ഒരു ഫേഷ്യൽ കിറ്റിൻ്റെ റിവ്യൂ ആണ്. നാച്ചുറസിൻ്റെ പപ്പായ ഫേഷ്യൽ മിനി കിറ്റിൻ്റെ റിവ്യൂ ആണ്. ഇത് ഐഡിയൽ ഫോർ ബ്ലെമിഷസ് ആൻഡ് പിഗ്മെന്റേഷൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമായത് കൊണ്ടും കൂടെയാണ് ഞാൻ റിവ്യൂ ചെയ്യുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രോഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 രൂപയാണ്. 52 ഗ്രാമാണ് ടോട്ടലി ഉള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ 4 ട്യൂബാണുള്ളത്, ട്യൂബായിട്ടാണുള്ളത്. അതുകൊണ്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. മിനി കിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ദിവസം തന്നെ യൂസ് ചെയ്ത് അത് തീർക്കണം, അത് കഴിഞ്ഞ് പിന്നെ യൂസ് ചെയ്യാതിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നമുക്ക് പിന്നെ അത് വെച്ചിട്ട് യൂസ് ചെയ്ത് 3-4 വട്ടം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുള്ള കണ്ടന്റ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത് ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെ ചെയ്യണം എന്നൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാർലറിൽ പോയി ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ DIY ചെയ്യാനും ഒരു മടിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം എനിക്കിത് യൂസ് ചെയ്തിട്ട് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് റിവ്യൂ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് 4 പ്രോസസ്സാണ് ഇതിലുള്ളത്. ഞാൻ മുമ്പ് ജോവീസിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജോവീസിൻ്റെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ജോവീസിൻ്റെക്കാളും കുറച്ചുകൂടെ എനിക്കൊരു ഇഷ്ടം തോന്നിയത് ഇതാണ്. കുറച്ചുകൂടെ റിസൾട്ട് ഇതിൽ കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ജോവീസിനെക്കാളും 10-20% കൂടുതലായിട്ടൊരു റിസൾട്ട് ഇതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിൽ ഇഷ്ടം ഏതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യുന്ന വീഡിയോ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഈ കവറിൽ തന്നെ 4 പ്രോസസ്സ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോസസ്സ് ക്ലെൻസ് ചെയ്യുക, പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, മീൻസ് സ്ക്രബ് ചെയ്യുക, അതിനുശേഷം ആന്റി ബ്ലെമിഷ് ക്രീം അപ്ലൈ ചെയ്യുക, പിന്നെ ഒരു ഡീപിഗ്മെന്റേഷൻ പാക്ക് ഇട്ട് കൊടുക്കുക. ജോവിസിൻ്റെ ഒരു ക്രീം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. പക്ഷെ നമുക്ക് ഇതിലാകുമ്പോഴേ നമ്മൾ സ്വന്തമായിട്ട് വേറൊരു ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇതിനകത്ത് റേറ്റ് നാച്ചുറലാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പപ്പായയുടെ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ടോയെന്ന് പോലും എനിക്ക് കാണുന്നില്ല, ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് മെജോറിറ്റിയും കെമിക്കൽ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഫേഷ്യലി നമുക്കത് പിന്നെ ഫേഷ്യലി നമ്മൾ വാഷ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ബോഡിയിൽ ഇട്ടുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഫേഷ്യലി പിന്നെ ഭയങ്കരമായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യമൊക്കെ ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് അങ്ങനെ ചിന്തിക്കാറൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുള്ളവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ പ്രോസസ്സിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് സൂത്രം കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഇങ്ങനെ ട്യൂബായിട്ടാണ് ഇരിക്കുന്നത്. ചിലതിൽ സാഷയായിരിക്കും നമുക്ക് ഈ ട്യൂബിന് പകരം. അപ്പോൾ നമ്മളത് മുറിച്ച് എടുത്തിട്ട് പിന്നെ അത് റീയൂസ് ചെയ്യാൻ വേണ്ടി സൂക്ഷിച്ചൊക്കെ വെച്ചിരിക്കണം. അത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അതിൻ്റെ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ ഫേഷ്യൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ സാഷ ആയതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കാതെ ഇത് ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതിൽ 4 സാധനമാണുള്ളത്. അപ്പോൾ ഈ 4 വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ ചെയ്യാവുന്നതാണ്. ക്വാണ്ടിറ്റി എഴുതിയിട്ടുള്ളത് 12 ഗ്രാം, 12 ഗ്രാം, 12 ഗ്രാം. പിന്നെ ലാസ്റ്റത്തിന് 16 ഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടലി 52 ഗ്രാം വരുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തൊന്നും നോക്കിയിട്ടില്ല, ആയിരിക്കുമല്ലേ? അങ്ങനെ ഫേഷ്യൽ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രോസസ്സും അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്നതിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം. നമ്മൾ യൂസ് ചെയ്യുന്നത് പപ്പായയുടെ മിൽക്ക് ക്ലെൻസിങ് ക്രീമാണ്. അപ്പോൾ നോർമലി ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് പ്രോസസ്സിൽ ഇത് വെച്ച് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ നോർമലി ക്ലെൻസ് ചെയ്യുന്ന പോലെയല്ല. ഇതിൽ ഡെഡ് സ്കിൻ സെൽസും പോകുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഫേസ് ക്ലിയർ ആക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസും ഒക്കെ റിമൂവ് ആക്കി തരും എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നോർമലി നമ്മൾ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫേസ് വാഷൊക്കെ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഫേസ് ഒന്ന് നനച്ചിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, കണ്ടോ? ഒരു ക്രീമി ടെക്സ്ചറിൽ, ഒരു ക്രീം കളറിൽ, ഒരു ഡാർക്ക് ക്രീം, എന്തോ ഒരു ക്രീം കളർ മനസ്സിലായല്ലോ. ഈ കളറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. ചെയ്യുമ്പോഴത്തേക്കും 3 to 5 മിനിറ്റാണ് നമ്മളിത് മസാജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് പപ്പായയുടെ എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബ് ജെൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊരു 3 to 5 മിനിറ്റാണ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. 3 to 5 മിനിറ്റ് ബ്ലെമിഷ്ഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഈ ബ്ലെമിഷസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മുടെ ഒന്ന് ലൈറ്റാക്കി തരും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ലൈറ്റാക്കാൻ വേണ്ടി നമ്മളെ സ്കിന്നിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അതായത് അത് ലൈറ്റാക്കി തരുമെന്നല്ല, നമ്മുടെ സ്കിന്നിലെ സെൽസിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം.
ജെൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ സ്ക്രബ് ജെല്ല് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഭയങ്കര തിക്ക് അങ്ങനെയൊന്നുമില്ല. പിന്നെ കുഞ്ഞു 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 ഗ്രാനുൾസും ഉണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓൾറെഡി വാഷ് ചെയ്തതിൻ്റെ ഒരു നനവ് എൻ്റെ ഫേസിലുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഗ്രാനുൾസ് എനിക്ക് അത്ര പോരാന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആക്കുന്നില്ല. ബാക്കി ഇത് ഫുൾ ചെയ്ത് വരുമ്പോഴുള്ള റിസൾട്ട് നല്ലതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ഈ സ്ക്രബ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, 3 to 5 മിനിറ്റ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുവാണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വരാം. നമുക്ക് നമ്മുടെ തേർഡ് പ്രോസസ്സിലേക്ക് പോകാം. അതായത് പപ്പായ ക്രീം, ആൻറ്റി ബ്ലെമിഷ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ബ്ലെമിഷസ്, പിഗ്മെൻറ്റേഷൻസ്, പാച്ചസ് ആൻഡ് ഡാർക്ക് സ്പോട്ട്സ് അല്ല ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറ്റിത്തരും എന്നാണ് പറയുന്നത്. മാറ്റിത്തരുമെന്നല്ല, ലൈറ്റിനാക്കും. മാറ്റിത്തരുമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ലൈറ്റിനാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പീലിംഗ് ആക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ അത് പീൽ ചെയ്തിട്ടാണ് നമ്മുടെ സ്കിന്നിലുള്ള ഈ ബ്ലെമിഷസിനെയൊക്കെ ഒന്ന് ലൈറ്റിനാക്കി തരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് 10 to 15 മിനിറ്റ് ആണ്. നമ്മൾ 10 to 15 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രോസസ്സ്, നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര ഇങ്ങനെ മസാജ് ചെയ്യണമെന്നല്ല, നല്ല മാന്യമായിട്ട് വൃത്തിയായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുന്നതായിരിക്കും. ഒരു ഫേഷ്യൽ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു 2-3 ദിവസത്തിന് ശേഷം 3rd ഡേയിൽ നമുക്ക് റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. ചിലതിൽ ഒരാഴ്ചയൊക്കെ എടുക്കും. പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട് ഫേഷ്യൽസിലൊക്കെ നമ്മളിപ്പോൾ ഡയമണ്ടും ഗോൾഡിലും ഒക്കെ പെട്ടെന്ന് കിട്ടും. ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ, സത്യം. ഞാൻ എപ്പോഴും ഈ ഫ്രൂട്ട്സ് ഫേഷ്യൽ അങ്ങനെയുള്ളതൊക്കെയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞത് ഫ്രൂട്ട്സ് ആണ് ഫുള്ളും എന്നല്ല, അതിന് നാച്ചുറലായിട്ട് DIY ഒക്കെ ഇല്ല, അങ്ങനെ ഞാൻ ചെയ്യുന്നത് കൂടുതലും. നമുക്കിത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ക്രീമിൻ്റെ കളർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 10 to 15 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മളിങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഡ്രൈ ആകും കേട്ടോ. നമ്മുടെ ഈ ഒരു വാട്ടർ കണ്ടന്റ് അങ്ങ് പോകും. അപ്പം പിന്നെ നമുക്ക് മസാജ് ചെയ്യാനൊന്നും പാടായിരിക്കും. അപ്പോൾ അന്നേരം നമുക്ക് അല്പം ഒന്ന് വെള്ളം നമ്മുടെ കയ്യിലാക്കിയിട്ട് വീണ്ടും മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിത് കണ്ണിൽ ഒന്നും ഒട്ടും മീൻസ് ഇവിടെ ഒന്നും ആകരുത് അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്യാറില്ല. ഞാൻ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യും. ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ആകാണ്ട് സൂക്ഷിക്കാറുള്ളൂ. ഇതൊക്കെ ഞാൻ നോർമലി നമ്മളൊരു ഫേസിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെയെന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ചെയ്യും. ഓയിൽ മസാജൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ശ്രദ്ധിക്കുമോ അങ്ങനെ ഉള്ളൊരു ശ്രദ്ധ മാത്രമേ കൊടുക്കൂ. അല്ലെങ്കിൽ ഓവറായിട്ട് ശ്രദ്ധിക്കലൊന്നുമില്ല. കണ്ണിൻ്റെ അകത്ത് വിടരുത് കേട്ടോ എന്ന് തോന്നാലും. അപ്പോൾ നമുക്കിത് ഒരു 10 to 15 മിനിറ്റ് മസാജ് ചെയ്യണം. ഞാനൊരു 10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് അശ്വത കളയുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുള്ളിരുന്ന് ഇങ്ങനെ കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കണ്ടല്ലോ. അപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് കാണാം. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഞാൻ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുഖത്ത് ഇപ്പോൾ ആക്റ്റീവ് ആക്നേസ് ഇല്ല. ആക്റ്റീവ് ആക്നേസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പോകരുത്. നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യണം, ഇപ്പോൾ ഒരു അടുത്തൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആക്നയെ ഒഴിവാക്കിയിട്ട് ബാക്കി ഫേസിൻ്റെ പാർട്ടിൽ മാത്രം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് ഇച്ചിരിയൊക്കെ ആകും. നമ്മളായിട്ട് അതിൻ്റെ പുറത്തൊന്നും ഇട്ട് കൊടുക്കരുതെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയാത്തത്. അപ്പോൾ ആക്നേസ് ഉള്ളവർ ഇപ്പം ബ്ലെമിഷസും ആക്നേസ് സ്കാർസും ഒക്കെ മാറാൻ വേണ്ടി ഈ ഫേഷ്യൽ ചെയ്യുന്നവർ എന്തായാലും ആക്നേസിൻ്റെ ആൾക്കാരായിരിക്കും. അപ്പം ഈ ആക്റ്റീവ് ആക്നയിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പിഗ്മെന്റേഷൻ പാക്ക് ഇട്ട് കൊടുക്കുന്നതാണ് പപ്പായയുടെ. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 15 മിനിറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. 15 മിനിറ്റ് ഇട്ടിട്ട് നമുക്ക് എന്തും ചെയ്യാം, മസാജ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഡെഡ് എപ്പിത്തീലിയൽ സെൽസിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല പുതിയ സ്കിൻ വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്ലോ തരും നമ്മുടെ ഫേസിൽ. ഇത് നമ്മുടെ സ്കിന്നിലെ ബ്ലെമിഷസ്, പിഗ്മെന്റേഷൻ, ഡാർക്ക് പാച്ചസ് ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ മാറ്റാൻ വേണ്ടി. ഡാർക്ക് കോംപ്ലക്ഷൻ ഒന്നും മാറാൻ പോകുന്നില്ല, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. അപ്പോൾ ഡാർക്ക് കോംപ്ലക്ഷൻ ഇതൊക്കെ എപ്പോഴാണ് വായിക്കുന്നത് സത്യം പറഞ്ഞാൽ. ഞാനിത് പിഗ്മെന്റേഷൻ്റെയും ബ്ലെമിഷസിൻ്റെയും പാക്ക് ആയതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് അങ്ങനെയുള്ള ആക്ഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് പിഗ്മെന്റേഷൻ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിഗ്മെന്റേഷൻ മാത്രമേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ ഗ്ലോ അതും എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫേസിൽ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കൈവച്ചോ ബ്രഷ് വെച്ചോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാണ്. ഞാനിപ്പോൾ കൈവച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങൾ റെഗുലറായിട്ട് സ്കിൻ കെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫേഷ്യലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ അങ്ങനെയുള്ള അധികം ഒന്നും ചെയ്യാത്ത ആളാണ്, അല്ലെങ്കിൽ ചെയ്യാൻ ടൈം ഇല്ലാത്ത ആളാണെങ്കിൽ ഇതുപോലെ മാസത്തിലൊരിക്കൽ ഫേഷ്യൽ കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫംഗ്ഷന് പോകുന്നുണ്ട്, അതിന് മുമ്പൊക്കെ നിങ്ങൾക്ക് ഫേഷ്യൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മീൻസ് ഫംഗ്ഷൻ്റെ തൊട്ട് മുമ്പിലല്ല ചെയ്യാനുള്ളത്, ഫംഗ്ഷന് ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾ ഫേഷ്യൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ എനിക്ക് ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഫേഷ്യൽ ചെയ്യുന്നത് വീഡിയോയിലത്തേക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഫേഷ്യൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇത് ഒരു 15 മിനിറ്റ് ഇട്ടിട്ട് ഈ മുടി 15 മിനിറ്റ് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം, ഫുൾ വെള്ളമായി. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു റിസൾട്ട് പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഓക്കെയാണ്, കാരണം മൈൽഡ് സ്മെല്ലായിരുന്നു. ഒന്നിനും ഒരു ഹാർഷായിട്ട് എനിക്ക് മൂക്കിൽ തുളച്ച് കയറുന്ന പോലത്തെ തുമ്മലുണ്ടാക്കുന്ന സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ 4 പ്രോസസ്സാണുള്ളത്. ഇത് കമ്പാരിറ്റീവ്ലി എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ മാറ്റി വയ്ക്കുക ഫേഷ്യൽ ചെയ്യണം എന്നുള്ളപ്പോൾ. കൂടുതലും വൈകുന്നേരങ്ങളിലാണ് ഫേഷ്യൽ ചെയ്യാറ്, കാരണം ഫേഷ്യൽ ചെയ്ത ശേഷം നമ്മൾ സൺലൈറ്റ് അടിക്കുന്നത് നല്ലതല്ല നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ ഞാൻ പൊതുവേ നോർമലി ഫേഷ്യൽ ചെയ്യുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊള്ളുകയോ അങ്ങനെ അധികം ഒന്നുമില്ലല്ലോ. പിന്നെ മീൻസ് വൈകുന്നേരം രാത്രി ടൈമിങ്, വൈകുന്നേരം ടു രാത്രി ആ ഒരു ടൈമിൽ ഒരു 7 മണി 8 മണി ആ റേഞ്ചിലായിരിക്കും ഞാൻ കൂടുതൽ ഫേഷ്യൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ 9 മണി ആ റേഞ്ചിൽ. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പകരം ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫേഷ്യൽ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ നിങ്ങൾ രാത്രി അത് പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സൈനസൈറ്റിസ് അങ്ങനെയുള്ള അലർജിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഫേഷ്യൽ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അല്ല നോർമലി കുഴപ്പമില്ലാത്തവരൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഓരോന്നും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പിൽ പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ പോയി കിട്ടി നന്നായിട്ട് ക്ലെൻസ് ആക്കുന്നൊക്കെയാണ്. ക്ലെൻസ് ആക്കുന്നുണ്ട്, ഡെഡ് സ്കിൻ സെൽസ് പോയോന്നൊന്നും എനിക്കറിയില്ല. പിന്നെ സെക്കൻഡ് പ്രോസസ്സിൽ പറയുന്നത് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാച്ചസും ഡാർക്ക് സ്പോട്ട്സും ഒക്കെ, ഡാർക്ക് സ്പോട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാച്ചസൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യും. ഓക്കെയാണ്, നമ്മുടെ സ്കിന്നിൽ ഒന്ന് സ്പോട്ട്സ് ഒക്കെ ലൈറ്റൻ ചെയ്യുന്നുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും പറയില്ല. പിന്നെ തേർഡ് പ്രോസസ്സിൽ പറയുന്നത് ബ്ലെമിഷസ്, പിഗ്മെന്റേഷൻ, പാച്ചസ് ആൻഡ് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് മാറ്റി തരുമെന്നാണ് പറയുന്നത്. ഡാർക്ക് സർക്കിൾസ് മാറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം കണ്ണിന്റെ ഈ ഭാഗത്തും അങ്ങനെ ഒന്നും ഇടുന്നില്ലല്ലോ. നമ്മൾ നോർമലി ചെയ്തു പോകുമ്പോഴത്തേക്കും ഇവിടെ ആകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് സർക്കിൾസ് മാറിയൊന്നും എനിക്കറിയില്ല, ഞാൻ അവിടത്തേക്കായിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ പിഗ്മെന്റേഷൻസും ബ്ലെമിഷൻസും ഒക്കെ മാറി കിട്ടുന്നുണ്ട്. പിന്നെ ഫോർത്ത് പ്രോസസ്സിൽ പറഞ്ഞ എല്ലാ കാര്യവും എനിക്ക് നടന്നു കിട്ടിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്ലോ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർത്തിൽ. അപ്പോൾ ഈ ഗ്ലോ തരുന്നുണ്ട് നമ്മുടെ സ്കിന്നിന്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലെമിഷസും പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് പറഞ്ഞ് കുറേ ആയി. അപ്പോൾ ഇതൊക്കെ മാറ്റുന്നില്ല, കുറയ്ക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള ഡാർക്ക് കോംപ്ലക്ഷൻ മാറ്റി തരുന്നു, അത് മാറ്റി തരത്തില്ല. എൻ്റെ കോംപ്ലക്ഷൻ എന്താണോ അങ്ങനെ തന്നെ ഇരുന്നു. പിന്നെ ടാൻ ഉള്ളപ്പോൾ ടാൻ മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ, ടാൻ ഉള്ളപ്പോൾ ടാൻ മാറ്റി തന്നിട്ടുണ്ട്. പക്ഷെ നോർമലുള്ള അതിൻ്റെ കോംപ്ലക്ഷനിൽ ഇരിക്കുന്ന ടൈമിൽ ആ കോംപ്ലക്ഷൻ അങ്ങനെ തന്നെ ഇരുന്നു, കോംപ്ലക്ഷൻ മാറിയിട്ടില്ല. അപ്പോൾ അത് വെറുതെ എഴുതിയിരിക്കുന്നതാണ്, അത് റിയൽ ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് പിഗ്മെന്റേഷനും ബ്ലെമിഷസും ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ജീവി വിളിക്കുന്നില്ലേ, ഭയങ്കര സൗണ്ട് അല്ലേ. ഇത്രയൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ അങ്ങനെ കൃത്യം ഇടാറില്ല, എനിക്കറിയാം. ഞാൻ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇടാൻ ശ്രമിക്കാം, അതും എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല, കുറച്ച് പേഴ്സണൽ സിറ്റുവേഷൻസ് കാരണം. അപ്പോൾ അത് പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. ഇപ്പം നോർമലി ഫേഷ്യൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പരീക്ഷണം നടത്താൻ പേടിയുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. കാരണം എനിക്കിത് ഉപയോഗിച്ചിട്ട് അലർജിയോ വേറെ പ്രശ്നങ്ങളോ റെഡ്നെസ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. കീപ് സ്മെല്ലിംഗ്, ബി ഹാപ്പി, ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2K സബ്സ്ക്രൈബേഴ്സ് ആകാനായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിനടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2K ആവാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാകുന്നെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വീഡിയോ കണ്ടിട്ട് ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് ഹാപ്പി ആക്കി വയ്ക്കുകയോ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ